ഹായ്, എൻ്റെ പേര് നീതു. ഇന്ന് ഞങ്ങൾ ഡിന്നറിന് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പിസ്സ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി തന്നെ പിസ്സയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് റെഡ് ഓണിയൻ സ്ലൈസ് ചെയ്തത്, തീരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പാടില്ല, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ നമുക്കൊരു 2 ക്യാപ്സിക്കം വേണം. അതും ഏകദേശം കുറച്ച് കട്ടിയിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ, തീരെ തിന്നായി പോകരുത്. വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പം അതാണ് നമ്മൾ ഇതിനകത്ത് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് മഷ്റൂമാണ്. മഷ്റൂമും ഇതുപോലെ തന്നെ ഈ ഒരു കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് പെപ്പറോണി വേണം. പെപ്പറോണി പിസ്സയാണ്. പെപ്പറോണി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഞാനിങ്ങനെ ഹാഫായിട്ടത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ഒരു ബൗളുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് അതിനകത്ത് ഇടാനായിട്ടുള്ള ഹാലപ്പിനോസ്, കുറച്ച് ഒലീവ്സ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൊസറല്ല ചീസ് ഞാൻ പീസാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു ഹാഫ് കപ്പ് വാട്ടർ എടുക്കുക. വാട്ടർ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു 20 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ട് ഞാൻ അതിനകത്ത് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഷുഗറും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്ലെയിൻ ഫ്ലോറാണ്. അപ്പോൾ 4 കപ്പ് പ്ലെയിൻ ഫ്ലോറ്, അതിലേക്ക് 2 to 3 ടീസ്പൂൺസോളം സോൾട്ടും 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതും ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സും കൂടെ അതിനകത്തോട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വീണ്ടും എടുക്കാവുന്നതാണ്. അതിന് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്ത് നല്ല ഒരു ഡോയാക്കി നമുക്ക് ചെയ്യണം. അപ്പോൾ ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊഴിച്ച് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ പതുക്കെ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. കുഴച്ചോടേക്ക് നമുക്ക് കയ്യിലൊക്കെ പറ്റും. ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോൾ അറിയാം, ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏകദേശം നമ്മുടെ ഡോ റെഡിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ കുഴച്ച് ഞാനിവിടെ നല്ല പരുവത്തിന് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഇതിന് കുറച്ചൊരു മോയ്സ്ചറും ഇച്ചിരി വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് നനച്ചിട്ട് നിങ്ങളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഇവിടെ ക്ലിംഗ് റാപ്പില്ലേ അത് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇത് നന്നായിട്ട് പൊങ്ങണം, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി നല്ല വാമായിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് പൊങ്ങി വന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പിസ്സയുടെ മാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, ഈ പിസ്സയുടെ മാവ് നമ്മളൊരു വാമായിട്ടുള്ള പ്ലേസിൽ റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 2 to 3 hours ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടും. അപ്പം ഇവിടെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി ഒലിവ് ഓയിൽ എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്ത് പതുക്കെ ഇതിലെ ഒന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയും നല്ല ഇതായിട്ട് പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് നല്ല പിസ്സ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ മാവ് കട്ട് ചെയ്യാനായിട്ടുള്ള ഈസിക്ക് ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് വെച്ചു. ഇനി ഞാനിത് 4 പീസായിട്ട് കട്ട് ചെയ്യും. ഇനി ഇത് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഒരു പിസ്സയ്ക്കുള്ള മാവായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നീഡ് ചെയ്ത് വെച്ചിട്ടോ ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പരത്തി റൗണ്ടാക്കി ഇങ്ങനെ എടുക്കാം. അതിന് ശേഷം നമ്മൾ ബേക്കിംഗ് പേപ്പറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട്
കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബേക്കിംഗ് പേപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പം നന്നായിട്ട് നമ്മുടെ പിസ്സയുടെ ബേസ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഇത് വലുതാക്കി പരത്താം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇടയ്ക്കൊരു ഇച്ചിരി ഒലിവ് ഓയിൽ നമ്മുടെ കയ്യിൽ തൂത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് പരത്തിയെടുക്കാം. ഈസി ആയിരിക്കും ഒന്നുകൂടെ പരത്താനായിട്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നമ്മുടെ പിസ്സ ഉണ്ടാക്കുന്ന നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഈ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഈ പിസ്സ ബേസ് ഇങ്ങനെ പരത്തി റെഡിയാക്കിയ ശേഷം ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അത് കുറച്ചുകൂടെ ഫെർമെൻ്റ് ആകാൻ അതിന് സമയം കിട്ടും. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റി പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമുള്ള നമ്മുടെ പിസ്സ ബേസാണിത്. അപ്പോൾ ഈ പിസ്സ ബേസിലേക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ പിസ്സ സോസാണ്. പിസ്സ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, 2 to 3 ടേബിൾ സ്പൂൺസ് ഉണ്ടാവും. സോ അത് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. പിസ്സ സോസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മുടെ പിസ്സ ചീസാണ്. അപ്പോൾ ഞാൻ കുറച്ച് പിസ്സ ചീസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പിസ്സ ചീസ് എന്ന് പറയുന്നത് ഈ ബ്രൺസ്വിക്കിൻ്റെ ഡയറി കമ്പനി പിസ്സ സ്പെഷ്യൽ ഷ്രെഡഡ് ചീസാണ്. പിസ്സ ചീസ് ഇട്ട ശേഷം നമുക്ക് നമ്മുടെ ഒനിയൻ പതുക്കത്തിലേക്ക് ഇങ്ങനെ വെക്കാം. ഒനിയന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇടാം. അതിനുശേഷം മഷ്റൂം, അതിനുശേഷം നമുക്ക് ഒലീവ്സ് ഇടാം. കുറച്ച് ഒലീവ്സ് ഇട്ടാൽ മതി. ഒലീവ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇടുന്നത് നമ്മുടെ പെപ്പറോണിയാണ്. പെപ്പറോണി നമുക്കിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിടാം. എനിക്കിഷ്ടമുള്ള അത്രയും ഇടാം കേട്ടോ പെപ്പറോണിയൊക്കെ. പെപ്പറോണി ഇഷ്ടമുള്ളതാണെങ്കിൽ നല്ലതാണ് പെപ്പറോണി പിസ്സ ശരിക്കും കഴിക്കാൻ. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ മൊസറല്ല ചീസ്. അപ്പോൾ നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ പിസ്സ അതിലേക്ക് വെച്ചിട്ട് ടൈമർ സെറ്റ് ചെയ്യണം. നമുക്ക് 25 മിനിറ്റ്സ് ആണ് ഞാൻ സാധാരണ പിസ്സ വെക്കാറ്. 25 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റ്സ് ആയിരുന്നു ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. 25 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതെനിക്ക് തോന്നി ഒരു കുറച്ചുകൂടെ ആവാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ്സ് കൂടെ വെച്ചിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പിസ്സ ഏതായാലും റെഡി ആയിട്ടുണ്ട്. പിസ്സ ഓവനിൽ നിന്ന് പുറത്തേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ പിസ്സ ഓവനിൽ നിന്ന് പുറത്തെടുത്തു. ഒരു 5-6 മിനിറ്റ്സ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേണം നമ്മളത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പിസ്സ കട്ട് ചെയ്യാം. എനിക്ക് പിസ്സ കട്ടറില്ല, ഞാൻ കത്തി വെച്ചാണ് സാധാരണ കട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ പിസ്സ കട്ട് ചെയ്തു. ഇതാ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിസ്സ. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.